കണ്ണൂരിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ RSS BJP പ്രവർത്തകരായ 9 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. 19 വർഷം നീണ്ട നിയമപോരാട്ടത്തിനൊടുവിലാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത്. വധശിക്ഷയാണ് പ്രതീക്ഷിച്ചതെന്ന് റിജിത്തിന്റെ കുടുംബം പ്രതികരിച്ചു. 2005 ഒക്ടോബർ 3 കണ്ണപുരം ചുണ്ടയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്ത് കൊല്ലപ്പെട്ടത്. കേസിലെ 9 പ്രതികൾക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. BJP RSS പ്രവർത്തകരായ VV സുധാകരൻ, കോത്തില താഴെ വീട്ടിൽ ജയേഷ്, CP രഞ്ജിത്ത്, PP അജീന്ദ്രൻ, IV അനിൽകുമാർ, രാജേഷ് PP, VV ശ്രീകാന്ത്, VV ശ്രീജിത്ത്, TV ഭാസ്കരൻ എന്നിവരാണ് കുറ്റവാളികൾ. കൊലപാതകം, വധശ്രമം, ആയുധം കൈവശം വെക്കൽ, അന്യായമായി സംഘം ചേരൽ, സംഘം ചേർന്ന് ലഹളയുണ്ടാക്കൽ, തടഞ്ഞുവെക്കൽ എന്നിവയാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞ കുറ്റങ്ങൾ. വിവിധ വകുപ്പുകളിൽ പ്രത്യേക ശിക്ഷകൾ ഉണ്ടെങ്കിലും പ്രതികൾ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. വിധി വൈകിയാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഒരു ആശ്വസിക്കാൻ പറ്റുന്നത്, നമുക്കൊരിക്കലും ഒരു ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരു കോടതിക്ക് നൽകാൻ ഇത്തരം കേസുകളുടെ മൊത്തം പരിസ്ഥിതി എടുത്ത് പരിശോധിച്ച് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ശിക്ഷയായിട്ട് മാത്രമേ കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ. വധശിക്ഷ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്ന് റിജിത്തിന്റെ അമ്മയും സഹോദരിയും. അതെ, വധശിക്ഷ തന്നെ പ്രതീക്ഷിച്ചത്. ഒരിക്കലും അവർ പുറത്തു വരാൻ പാടില്ല. അവിടുന്ന് തന്നെ അവരുടെ ജീവിതം തീരണം. അതാണ് എനിക്ക് വേണ്ടത്. വധശിക്ഷയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ആർക്കും അത് കിട്ടണം തന്നെയാണ് ആഗ്രഹം. ഒരമ്മക്കും ഒരു പങ്ങൾക്കും ഈ ഗതി ഉണ്ടാവാൻ പാടില്ല ഒരിക്കലും. വിധിയെ CPIM സ്വാഗതം ചെയ്തു. ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ആ കൊലപാതകം, കടുത്ത ശിക്ഷക്ക് ആ കൊലയാളികൾ അർഹരാണ്. അത് ആ വിധിന്യായം തികച്ചും സ്വാഗതാർഹമാണ്. നിരപരാധിത്വം തെളിയിക്കാൻ വിധിയിൽ അപ്പീൽ പോകുമെന്ന് BJP നേതൃത്വവും വ്യക്തമാക്കി. 24 കണ്ണൂർ.